മലപ്പുറത്ത് കരുവാരക്കുണ്ടിൽ കടുവയുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച പ്രതി അറസ്റ്റിലായി. കരുവാരക്കുണ്ട് സ്വദേശി ജെറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതിനിടയിൽ ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നു, ഒരു വ്യാജ വീഡിയോ സൂക്ഷിച്ച് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തന്നാൽ അത് സംപ്രേഷണം ചെയ്യും. നമ്മൾ മാത്രമല്ല, കേരളത്തിലെ മിക്ക ചാനലുകളും സോഷ്യൽ മീഡിയ ഒക്കെ അത് കൃത്യം ക്യാരി ചെയ്തിരുന്നു. കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആകുമ്പോൾ അതിനകത്ത് നമുക്ക് വലിയ റിസ്ക് ഇല്ല. അതേസമയം ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ നമ്മൾ 100 തവണ ചിലപ്പോൾ ക്രോസ് ചെക്ക് ചെയ്തു എന്ന് വരും. അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു പാഠമാണ് എന്ന് ചോദിച്ചാൽ പാഠമാണ്, ഒന്നാം പാഠം. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്നും ചേരുന്നു. വിപിൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ സഹോദരൻ ആൾ മിടുക്കനാണ്. അവൻ്റെ ബുദ്ധിയും വൈഭവവും നല്ല കാര്യത്തിൽ എന്തെങ്കിലും ഉപയോഗിച്ചിരുന്നെങ്കിൽ അവൻ കൂടുതൽ മിടുക്കനായതിന്. അതെ SKN, തീർച്ചയായും ഇന്നലെയാണ് കരുവാരുകുണ്ടിൽ കടുവയെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവാവ് രംഗത്ത് വരുന്നത്. ഈ വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തു. കരുവാരുകുണ്ട് സ്വദേശി ജെറിനായിരുന്നു. ഒപ്പം തന്നെ മാധ്യമങ്ങളിലൊക്കെ വന്ന് ഇതെന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് കടുവയെ കണ്ടത്, അപ്പോൾ എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴി കണ്ടു, കടുവയെ അപ്പോൾ ഒന്നും ചെയ്തില്ല, അപ്പോൾ താൻ തൊട്ടടുത്ത് നിന്നുകൊണ്ട് തന്നെ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു എന്നൊക്കെ മാധ്യമങ്ങളിലൊക്കെ പറയുകയും ചെയ്തു. ഇത്തരമുള്ള അവകാശവാദങ്ങളെല്ലാം വന്നതിന് ശേഷമാണ് വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ആരംഭിച്ചത്. ഈ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ കടുവയുടെ കാൽപ്പാടുകൾ പ്രദേശത്ത് കണ്ടിരുന്നില്ല. ഇത് കണ്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇയാളെ ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് സൗത്ത് DFOയുടെ നേതൃത്വത്തിൽ ധനിക് ലാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തുകയും ഇയാളെ എങ്ങനെയാണ് കടുവയെ കണ്ടത്, എവിടെ വെച്ച് കണ്ടു തുടങ്ങിയിട്ടുള്ള ചോദ്യം ചോദിച്ചത്. ഇതോടുകൂടി തന്നെ ഇത് പൊളിയുകയായിരുന്നു. കാരണം താൻ കടുവയെ കണ്ടിട്ടില്ല എന്നും പഴയ ഒരു വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നു, മാധ്യമങ്ങളിലൊക്കെ നൽകി പ്രചരിപ്പിക്കുകയായിരുന്നു ചെയ്തത് എന്നുള്ളതുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വനം വകുപ്പ് ബോധപൂർവം ആ പ്രദേശത്ത് പരിഭ്രാന്തി പരത്താൻ ശ്രമിച്ചു എന്നുള്ളതിൽ ഇന്നലെ തന്നെ കരുവാരുകുണ്ട് പോലീസിൽ കേസ് കൊടുത്തിരുന്നു, ആ പരാതി കൊടുത്തിരുന്നു. അതിൽ കേസെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ജെറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ അറസ്റ്റിലായിരിക്കുന്നു. ഈ കടുവയെ കണ്ടു എന്ന് പറഞ്ഞ് ആ പ്രദേശത്ത് ഭീതി പരത്തിയതിന്. SKN. ഓക്കെ, താങ്ക് യു. ജെറിനപ്പോൾ പോലീസ് പിടിയിലായി എന്ന വാർത്തയാണ്. കുറച്ച് ദിവസം അവിടെ കിടക്കട്ടെ.